ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. വേറൊന്നുമില്ല, ഇത് നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഡ്രീം ക്യാച്ചറാണ്. ഇപ്പോൾ വിപണിയിൽ ഇത് സുലഭമായി വിൽക്കുന്നത് ഒരു ചെറിയൊരു ഒരു ഡെക്കറേറ്റിംഗ് ഐറ്റം, അതായത് ഒരു അലങ്കാര വസ്തുവായിട്ട് മാത്രമാണ്. നമ്മുടെ വണ്ടിയിലൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി മിററിലേക്ക് തൂക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ വീട്ടിലൊരു ഭംഗിക്ക് വേണ്ടി തൂക്കുന്നു, അങ്ങനെ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിന് പിന്നിലൊരു നല്ലൊരു സ്റ്റോറി ഉണ്ട്. അതെന്ന് വെച്ചാൽ ഇപ്പോഴും ചിലരത് വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്. ചിലർ അങ്ങനെ തന്നെ ആണ് എന്ന് തന്നെ പറയുന്നവരുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഇതിന് പിന്നിൽ. നമ്മൾ പറയുന്ന ചെറിയൊരു ഭാഗം മാത്രം ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ എൻ്റെ മൈൻഡിൽ ആദ്യമൊക്കെ ഞാനും വിചാരിച്ചത് ഇത് സിമ്പിൾ സാധാ ഒരു അലങ്കാര വസ്തുവാണ്, നല്ല ഭംഗിയാണ് ഇതിങ്ങനെ ചുമ്മാ ഇങ്ങനെ നെയ്തെടുക്കുന്നത്, അത്രമാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അത്രയൊന്നും അറിയത്തില്ല. എങ്കിലും ഞാൻ ബേസിക്കായിട്ട് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ഒരു ഗോത്രവർഗ്ഗക്കാരാണ് ഒജീബെ എന്ന് പറയുന്നത്. അവരുടെ ഗോത്രവർഗത്തിൽപ്പെട്ട കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവർ, അവർ ഈ പേടിക്കാതെ ദുസ്വപ്നങ്ങൾ കാണാതിരിക്കാൻ, ഈ ഡ്രീം ക്യാച്ചർ എന്ന് തന്നെ പേര് വരാൻ അതിന് കാരണം ദുസ്വപ്നങ്ങൾ കാണാതിരിക്കാൻ അവർ തൊട്ടിലൊക്കെ കെട്ടിക്കൊടുക്കുമായിരുന്നു കുഞ്ഞുങ്ങളുടെ. അപ്പം തൊട്ടിൽ കെട്ടിയാൽ ഇതിൻ്റെ പ്രയോജനം എന്തെന്ന് അവർ വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെഗറ്റീവായിട്ടുള്ള ഒരു സ്വപ്നം വരികയാണെങ്കിൽ അതിൽ തടഞ്ഞുകൊണ്ട് പോസിറ്റീവായ സ്വപ്നമായി തൂവലിലൂടെ ആ കുട്ടിയിലേക്ക് എത്തും. അങ്ങനെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ആ റൂമിൽ കിടക്കുന്നവരിൽ, ഒരു മുറിയിൽ തൂക്കുകയാണെങ്കിൽ ആ റൂമിൽ കിടക്കുന്നവർക്ക് സുഖമായി ഉറങ്ങാം, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം 1980 ഇത് നമ്മുടെ അവിടെ അമേരിക്കയിലെ വിപണിയിൽ പ്രചരിക്കുന്നത് ഒരു ഹാൻഡിക്രാഫ്റ്റ് എന്ന് മാത്രമായിട്ടാണ് ഇത് ഇറങ്ങുന്നതും ആൾക്കാരിലേക്ക് എത്തുന്നതും ആൾക്കാർ വാങ്ങുന്നതും അങ്ങനെയൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഇതിന് ഇങ്ങനെയൊക്കെ കെട്ടി ഇങ്ങനെയൊക്കെ അവരിലൊരു വിശ്വാസം വന്നപ്പോൾ അവരിതിനെ ഡ്രീം ക്യാച്ചർ എന്ന് വിളിച്ചു തുടങ്ങി. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു സംഭവമാണ് ഇതെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളിപ്പോൾ കേരളത്തിലായാലും എല്ലാവരും ഇത് യൂസ് ചെയ്യുന്നത് മിക്കവരും ഭൂരിഭാഗം ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഒരു ചെറിയൊരു ഡെക്കറേറ്റിംഗ് ഐറ്റം അതായിട്ട് തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇത് ഉണ്ടാക്കാൻ. അപ്പം ഇത് ഞാൻ ട്രൈ ചെയ്ത് നിങ്ങളെ കൊണ്ടും പറ്റും, അടിപൊളിയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അവർ പറയുന്നത് വേറൊന്നുമില്ല, ഇതിൻ്റെ ടോപ്പിൽ നിന്ന്, അതായത് അവർ പണ്ട് ഉണ്ടാക്കിയത് ഇങ്ങനെയൊന്നുമല്ല. ഞാനിതിൻ്റെ സൈഡിൽ ഫോട്ടോ ഒന്ന് പിൻ ചെയ്യാം. അവർ അവരുടെ കയ്യിൽ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവർ വെച്ചിരുന്നത് കമ്പൊക്കെ ഇങ്ങനെ വളച്ച് വൃത്താകൃതിയിൽ വെച്ചിട്ട് അതിനുള്ളിൽ ചുമ്മാ നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പൈഡർ വെബ് പോലെ, ചിലന്തി വല പോലെ ഇങ്ങനെ നെയ്തെടുക്കും. നമുക്കൊക്കെയല്ലേ ചിലന്തിയോട് ചെറിയ പേടി, അറപ്പ് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ അവർക്ക് അങ്ങനെയല്ല. ചിലന്തി എന്ന് വെച്ചാൽ അവരുടെ ഒരു സംരക്ഷണ ജീവിയായിരുന്നു. ഒരു വലയം കൊണ്ട് അവരെ സംരക്ഷിക്കുന്നു എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അപ്പം ആ ചിലന്തിയുടെ രീതിയിൽ ഇങ്ങനെ വലഞ്ഞിങ്ങനെ എടുക്കുന്നു. നമ്മളിപ്പം യൂസ് ചെയ്യുന്ന ഈ മുത്തുകളൊന്നും അല്ല അവർ യൂസ് ചെയ്യുന്നത്. നല്ല അടിപൊളി സ്റ്റോൺസൊക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് കെട്ടിത്തൂക്കി അടിയിൽ അടിപൊളി ഫെദറൊക്കെ, ഒറിജിനൽ നാച്ചുറൽ ഫെദറൊക്കെ തൂക്കി നന്നായിട്ടായിരുന്നു അവർ യൂസ് ചെയ്യുന്നത്. അത് വേറൊരു ലുക്കായിരുന്നു. ഇപ്പം നമ്മളതിലൊരുപാട് മോഡിഫിക്കേഷൻസൊക്കെ കൊണ്ടുവന്ന് വേറൊരു രീതിയിലായി. ആ യാണൊന്നും ഇപ്പോൾ കിട്ടത്തില്ല കേട്ടോ. ഇപ്പോൾ വേറെ യാണിലൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അവർ വേറെ അന്ന് ഉണ്ടാക്കിയിരുന്നതാണ് എന്നാണ് എൻ്റെ ഫോട്ടോയിലുള്ളതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയൊരു ഫോട്ടോ ഇതിൽ പിൻ ചെയ്തേക്കാം. അങ്ങനെയാണ് അപ്പോൾ ഇതിന് പിന്നിലെ സ്റ്റോറി കേട്ടോ. നല്ലതാണ്, ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ മറ്റൊരാളെ നിന്ന് മേടിക്കുമ്പം ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഒരു സ്റ്റോറി ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. അത്ര മാത്രമേ ഉള്ളൂ, അങ്ങനെ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.